ഇന്ന് ഗോവയിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഞങ്ങളുടെ. ഇന്നലെ രാത്രിയായിരുന്നു ഗോവയിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റതൊക്കെ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വൈകി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഗോവയിലെ അഗ്വാഡ് ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ ബീച്ചിൻ്റെ സൈഡിൽ ഒരു മ്യൂസിയവും റിസോർട്ടും ഒക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളിവിടുന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ തന്നിട്ടുള്ള സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വെയിലൊരു പ്രശ്നമായിരുന്നു. പക്ഷേ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഋഷിക്കുട്ടന് കരിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കരിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനതൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്യൂ ആണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ അതെ ഇങ്ങനെ കുറച്ചൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡെല്ലാം കഴിച്ചു. ഋഷിക്കുട്ടന് ഞാൻ റൂമിൽ നിന്ന് തന്നെ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് കൊടുത്തു. അവിടെയുള്ള മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള കടകളാണ് കേട്ടോ. കുറേ നല്ല വളയും മാലയും കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് റൂമിലേക്കാണ് കേട്ടോ. കാരണം ഞങ്ങൾക്കൊന്ന് ഉച്ച ആയതുകൊണ്ട് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് രാത്രി ചെറിയൊരു ഋഷിക്കുട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു കേക്ക് കട്ടൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട്. കുഞ്ഞ് കേക്ക് കട്ട് ഞങ്ങൾ 3 പേരും കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രി ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് പുറത്തിറങ്ങാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരെ റൂമിലേക്ക് പോയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് തന്നെ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടുന്ന് ലേറ്റായിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂമിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ തന്നെ ഉള്ള പൂളിൽ കളിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ.
അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ ഋഷിക്ക് കൊടുത്ത് ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബാഗ ബീച്ചിലേക്ക് വിടണം കേട്ടോ. ഇപ്പോൾ ഈ പോകുന്നത് ഗോവയിലുള്ള ബാഗ ബീച്ചിലേക്കാണ് ഈ നടന്നു പോകുന്നത്. അങ്ങനെ അവിടെ എത്തി. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ അടിപൊളിയാണ്. പാട്ടും കൂത്തൊക്കെ ആയിട്ടെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. രാത്രി ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ രാത്രി അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോയത്. അവിടെ എത്തിയതും ഋഷിക്കുട്ടൻ വേഗം ഉറങ്ങി. അവിടെ എത്തിയതും ഉറങ്ങി കേട്ടോ. അത് വേറെ സംസാരിച്ചുകൊണ്ടായിരുന്നു പോകുമ്പോഴൊക്കെ. പക്ഷെ അവിടെ എത്തിയതും ഉറങ്ങി, ക്ഷീണം കൊണ്ടായിരിക്കും. പിന്നെ എത്ര എണീപ്പിക്കാൻ നോക്കിയിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആൾ എണീറ്റ് ഓക്കെ ആയത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ, ഭയങ്കര ഭംഗിയായിരുന്നു. എവിടെ നോക്കിയാലും ലൈറ്റ്സൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ. എന്തായാലും ആൾ ഹാപ്പി ആയിട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നല്ല ഡാൻസ് കളിയും പരിപാടിയൊക്കെ ആയിരുന്നു. റൂമിലെത്തിയപ്പോഴും അതിൻ്റെ ആ ഒരു വൈബ് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗോവയിലെ ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.